നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് സാംസ്കാരിക നഗരം. സംസ്കാരം കോഴിക്കോട് സ്നേഹഭവനിൽ. മാടക്കത്ര പഞ്ചായത്ത് വയോജനങ്ങൾക്കായി 73 കട്ടിലുകളുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു. മണലിത്ര കനാൽപാലം രാമൻ മാസ്റ്റർ റോഡ് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി SNDP യൂണിയൻ ചിറക്കേക്കോട് ശാഖ എന്നിവയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. കേരള പ്രവാസി സംഘം മണ്ണുത്തി ഏരിയ സമ്മേളനം സുലേഖ ജമാൽ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സാംസ്കാരിക നഗരം. തൃശൂർ അതിരൂപതയിലും പുത്തൻപള്ളിയിലും ലൂർദ് കത്തീഡ്രലിലും നടന്ന പൊതുദർശനത്തിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പൗരോഹിത്യ പ്രമുഖരും വിശ്വാസികളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാവിലെ അതിരൂപത മന്ദിരത്തിൽ എത്തിച്ച ഭൗതിക ശരീരത്തിൽ 1ാം-ഘട്ട ശുശ്രൂഷകൾ നടന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ശുശ്രൂഷകൾ. 1ാം-ഘട്ട ശുശ്രൂഷകൾക്കു ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ പരിശുദ്ധ വ്യാകുലമാത പുത്തൻപള്ളിയിലേക്ക് തൂങ്കുഴി പിതാവിന്റെ ഭൗതിക ശരീരം എത്തിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രമുഖർക്കൊപ്പം 100 കണക്കിന് വിശ്വാസികളും പുത്തൻപള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. പുത്തൻപള്ളിയിൽ എത്തിയ ഭൗതിക ശരീരത്തിൽ തൃശൂർ മേയർ MK വർഗീസ് ആദ്യം ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അദ്ദേഹത്തോടൊപ്പം BJP ജില്ലാ നേതൃത്വവും ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പുത്തൻപള്ളിയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA തുടങ്ങിയ രാഷ്ട്രീയ പ്രമുഖരും ആദരാഞ്ജലികളിൽ അർപ്പിച്ചു. 3 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിനു ശേഷം നടന്ന വിലാപയാത്രയ്ക്കു ശേഷം വൈകിട്ട് 5ഓടെ ലൂർദ് കത്തീഡ്രലിൽ അൾത്താരയ്ക്ക് മുന്നിലായി ഒരുക്കിയ പുഷ്പാലങ്കാരത്താൽ തീർത്ത പീഠത്തിൽ ഭൗതിക ശരീരം കിടത്തി. 22-ന് കാലത്ത് കത്തീഡ്രലിൽ 2ാം-ഘട്ട സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം കോഴിക്കോട് കൊട്ടുള്ളി സ്നേഹഭവനത്തിൽ അന്തിമ വിശ്രമത്തിനായി ഭൗതിക ശരീരം കൊണ്ടുപോകും. എല്ലാവരും മാറി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഭൗതികദേഹം എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഭൗതികദേഹം വഹിക്കുന്ന വാഹനത്തിൽ നിന്ന് ഭൗതിക ശരീരം എടുത്ത് യോഗ്യപ്പെട്ട വ്യക്തികൾ ഭൗതികദേഹം സംഭവിച്ച് ദേവാലയത്തിൽ വയ്ക്കുന്നു. തുടർന്ന് അഭിജില്ലാതെ കാരണത്തിൽ വിശുദ്ധബലി അർപ്പിക്കുകയാണ്. അഭിനന്ദ ജേക്കബ് തൂങ്കുഴിമാവിന് ആദരങ്ങളും നൽകിക്കൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വിനാമയാത്രയിൽ പങ്കെടുത്തു. അഭിനന്ദ പിതാവിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടിരുന്ന വാഹനം ദേവാലയത്തിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള ക്രമീകരണങ്ങൾ വോളണ്ടിയേഴ്സ് ക്രമപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
പൗരസ്യ കൽദായ സുറിയാനി സഭയുടെ അന്തിമോപചാരം. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപോലിത്ത തൃശൂർ പുത്തൻപള്ളിയിൽ വെച്ച് മാർ ജേക്കബ് തൂങ്കുഴിക്ക് അർപ്പിക്കുന്നു. ഡോക്ടർ മാർ യോഹന്നാൻ ഔസേഫ് എപ്പിസ്കോപ്പ, ഫാദർ ജോസ് ജേക്കബ് വെങ്ങാശ്ശേരി, ഫാദർ വിനോദ് തിമോത്തി, ഫാദർ CD ഫ്രാൻസിസ്, സിസ്റ്റർ ഡോക്ടർ ജിൻസി ഓത്തോട്ടിൽ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ ABJ പൊന്മാണിശ്ശേരി, മറ്റു ബോർഡ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. തൂങ്കുഴി പിതാവിന്റെ ഓർമ്മയിൽ ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് അധ്യാപക ദമ്പതികൾ. കാലം ചെയ്ത തൂങ്കുഴി പിതാവിന്റെ സ്നേഹബന്ധത്തിന്റെ ഓർമ്മകളുമായി തങ്ങളുടെ വിവാഹ ആശീർവദിച്ച പിതാവിനോടുള്ള സ്നേഹസൂചകമായ പിതാവിന്റെ മൃദു സംസ്കാര ദിനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് അധ്യാപക ദമ്പതികൾ സ്മരണാഞ്ജലി നടത്തി. പ്രസിദ്ധ സാഹിത്യകാരൻ കോവിലിൻ പഠിച്ച കണ്ടാണശ്ശേരി XLPR സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് നല്ല ഇടയന്റെ പ്രതീകമായ പിതാവിന്റെ ഓർമ്മയോടെ അധ്യാപക ദമ്പതികളായ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റെജുവും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപികയായ അമ്പിളി പീറ്ററും ചേർന്നാണ് ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചത്. 1977 തൃശൂർ അതിരൂപതയിൽ മെത്രാപ്പോലിത്ത സ്ഥാനം ഏറ്റെടുത്ത അന്നു മുതൽ പിതാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ദമ്പതികളാണ് ഇരുവരും. പിതാവ് ഇവരുടെ ഭവനത്തിൽ 4 തവണ സന്ദർശിക്കുകയും ഇവരുടെ വിവാഹം, ആശീർവാദം തുടങ്ങി ഭവനത്തിലെ സ്നേഹ സാന്നിധ്യമായത് ഈ കുടുംബത്തോടുള്ള പിതാവിന്റെ സ്നേഹസൂചനകളാണ്. പിതാവിന്റെ വേർപാട് വേദനിക്കുന്നതാണെങ്കിലും പിതാവിന്റെ സ്മരണകൾ ഇനിയും നിലനിൽക്കണമെന്ന് ആശയം മുൻനിർത്തിയാണ് പിതാവിന്റെ മെത്രാഭിഷേക സുവർണ ജൂബിലി സ്മരണയ്ക്കായി കൂനമൂച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ മികച്ച മതബോധന വിദ്യാർത്ഥികൾക്ക് ഇവർ എൻഡോമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നു എന്ന് സുവിശേഷവാക്യം നെഞ്ചേറ്റിയാണ് ഇവർ ശിവനാഥനെ ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് പിതാവിനെ വേറിട്ട സ്മരണാഞ്ജലി നടത്തിയത്. കണ്ടാണശ്ശേരി പന്തായിൽ വീട്ടിലെ ശിവാനന്ദിന്റെ അമ്മ ഭാഗ്യ, പ്രധാന അധ്യാപിക CK ലില്ലി, അധ്യാപകരായ ലിന ഏഞ്ചൽ, സജന, സാമൂഹ്യ പ്രവർത്തകനായ സലീം നാലകത്ത്, അഭിഷേക് എന്നിവർ സന്നിഹിതരായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയിലെ കഥാപാത്രമായ പാത്തുമ്മയുടെ വേഷധാരിയായ വിദ്യാർത്ഥിനിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. വരും കാലങ്ങളിലും പിതാവിന്റെ ഓർമ്മയ്ക്കായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ഈ അധ്യാപക ദമ്പതികൾ. കൂനമൂച്ചി സ്വദേശികളായ അധ്യാപക ദമ്പതികൾക്ക് വിദ്യാർത്ഥികളും മക്കളുമായ അനന്യ, അമൃത, അഭിഷേക് എന്നിവർ പരിപൂർണ പിന്തുണയുമായി രംഗത്തുണ്ട്. പുലക്കാട്ടുകര സ്വദേശി ചക്കേപ്പറമ്പിൽ ജോസിന്റെ മകൻ ജസ്റ്റിൻ ഒമാനിൽ അന്തരിച്ചു. CTV ന്യൂസ് റീഡറും ടെലിവിഷൻ അവതാരികയുമായ സിജി ജോസിന്റെ മകനാണ് മസ്കറ്റിൽ ജോലിക്കിടെ മരിച്ചത്. 27 വയസ്സായിരുന്നു. സംസ്കാരം 22-ന് 4 മണിക്ക് പുലക്കാട്ടുകര അവർ ലേഡി ഓഫ് കാർമൽ ചർച്ചിൽ നടന്നു. സഹോദരൻ ജീവൻ ജോസ്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 2025-26 വർഷത്തിലെ പദ്ധതിയായ വയോജനങ്ങൾക്കായുള്ള 73 കട്ടിലുകളുടെ വിതരണോദ്ഘാടനം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത് സ്വാഗതം ചെയ്തു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര ആശംസകൾ നേർന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിത്രി, മറ്റ് ജനപ്രതിനിധികൾ, കമ്മ്യൂണിറ്റി വിമൻസ് ഫെസിലിറ്റേറ്റർ, അങ്കണവാടി ടീച്ചർമാർ, സോഷ്യൽ വർക്കർമാർ പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ നിത്തു ത്യാഗരാജ് നന്ദി പറഞ്ഞു. നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പലതും തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി ഉൾപ്പെടെ പഴയകാലത്ത് അറിയപ്പെട്ടിരുന്നത് ധർമാശുപത്രികളെന്ന. ധർമ്മം നമ്മൾ സൗജന്യമായി കൊടുക്കുന്നത്, അതിനാരും വില മേടിക്കാറില്ല എന്നതുപോലെ സൗജന്യമായി അവിടെ വരുന്ന രോഗികളെ ചികിത്സിക്കുന്നതിനുള്ള ആവശ്യമുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ സംവിധാനം പതുക്കെ വഴിമാറിപ്പോയി. സൗജന്യം ലഭിക്കുന്ന ആശുപത്രികളിൽ വേണ്ടത്ര ചികിത്സ വേണ്ട, അവിടെ വേണ്ടത്ര ജീവനക്കാരുടെ ആവശ്യമില്ല, അവിടെ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കേണ്ടതില്ല. അതെല്ലാം നടപ്പാക്കുമെന്ന് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണാധികാരികൾ പതുക്കെ ആ മേഖലകളിൽ നിന്ന് പിന്മാറി തുടങ്ങി. അത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നായാലും ശരി, ആരോഗ്യ മേഖലയിൽ നിന്നായാലും ശരി പതുക്കെ പിന്മാറിപ്പോയിരുന്നു. പക്ഷേ ഈ സർക്കാർ വന്നതിന് ശേഷം മറ്റു പല മേഖലകളിലുമുള്ള മനുഷ്യരെ, കാർഷിക മേഖലയിലുള്ള മനുഷ്യരെ എല്ലാം കൈപിടിച്ച് പതുക്കെ മുൻപോട്ട് നയിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ വേഗത്തിൽ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയങ്ങൾ നവീകരിക്കാൻ തീരുമാനിച്ചു. സർക്കാർ ആശുപത്രികളും നവീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നീളം വലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ വരുന്ന രോഗികളുടെ എണ്ണമനുസരിച്ച് ഫണ്ട് കൂടുതൽ ചെലവഴിക്കണം, അവിടെ വരുന്ന രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ജീവനക്കാരെ നിശ്ചയിക്കണം. അത് സ്കൂളുകളിലാണെങ്കിൽ
പുതിയ കെട്ടിടങ്ങളും പുതിയ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ലഭിക്കുന്ന മുറയ്ക്ക് വിദ്യാർത്ഥികൾ കൂടി വരും. അവിടെ ആവശ്യമായ ജീവനക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിലും ഗ്രാമപഞ്ചായത്താണെങ്കിലും ശരി, പിന്നെ ജില്ലാ പഞ്ചായത്തായാലും ഇവരെല്ലാവരും കൂടി വെച്ചു കൊടുക്കണം. അപ്പൊ ഇതെല്ലാം കൊണ്ട് ജനങ്ങളെ പരമാവധി ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നത്. മരുട്ടിച്ചാൽ വല്ലൂർ റോഡ് തകർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മരുട്ടിച്ചാൽ വല്ലൂർ റോഡിലെ വഴിനിടച്ചിറ പാലത്തിന് സമീപമാണ് മാസങ്ങൾക്ക് മുൻപ് ശക്തമായ മഴയിൽ റോഡ് തകർന്നത്. ഏറെ വാഹനത്തിരക്കുള്ള റോഡും സംരക്ഷണ ഭിത്തിയും തകർന്നതോടെ ഇതുവഴിയുള്ള ബസ് സർവീസ് അടക്കം മാസങ്ങളായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുമൂലം നിരവധി യാത്രക്കാരും വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും ദുരിതത്തിലാണ്. ആമ്പല്ലൂരിൽ നിന്നും വല്ലൂരിലേക്ക് പോകുന്ന ബസ്സുകൾ റോഡ് തകർന്നത് മൂലം മാസങ്ങളായി മരുട്ടിച്ചാൽ വരെയാണ് സർവീസ് നടത്തുന്നത്. ഇതുമൂലം വല്ലൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരും ഏറെ ദുരിതത്തിലാണ്. റോഡ് തകർന്ന ഭാഗം MLA ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചെങ്കിലും യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായില്ല. റോഡ് തകർന്ന സ്ഥലത്ത് ഏതാനും ചില ടാർ വീപ്പകൾ നിരത്തി റിബൺ കെട്ടിയത് ഒഴിച്ചാൽ വേറെ മറ്റൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. ഇതുവഴി കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും റോഡിന്റെ പുനർനിർമ്മാണം വൈകാൻ കാരണമാകുന്നുണ്ട്. എത്രയും വേഗം തകർന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെയും ആവശ്യം. മണലിത്ര കനാൽപാലം രാജൻ മാസ്റ്റർ റോഡ് ഉദ്ഘാടനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ബിജു കൃഷ്ണൻ, AR കൃഷ്ണൻകുട്ടി, തോമസ് പുത്തൂർ, അഡ്വക്കേറ്റ് TA നജീബ്, സുനിതകുമാരി സംസാരിച്ചു. വാർഡംഗം PD മണികണ്ഠൻ സ്വാഗതവും AL ഗ്രേസി നന്ദിയും പറഞ്ഞു. മണ്ണുത്തി SNDP ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 98ാം മഹാസമാധി ദിനം ആചരിച്ചു. ശാഖ പ്രസിഡന്റ് വാസുദേവൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഗുരുപ്രണാമത്തോടെ ആരംഭിച്ച യോഗത്തിൽ ശാഖാ സെക്രട്ടറി സോമ സുന്ദരൻ സ്വാഗതം പറഞ്ഞു. അശോകൻ താണ്ടാശ്ശേരി, വനിതാ സംഘം കൺവീനർ വിലാസിനി ശിവാനന്ദൻ, ഉഷ മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. യൂണിയൻ പ്രസിഡന്റ് EK സുധാകരൻ, ബ്രഗുണൻ മനക്കാലത്ത്, ജനാർദ്ദൻ, ചിന്തു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം?
ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ തൃശൂർ ഡിവിഷൻ സമ്മേളനം 24 രാവിലെ 9:30 കുറുക്കഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അഖിലേന്ത്യാ സെക്രട്ടറി PG ദിലീപ് സംഘടന റിപ്പോർട്ട് അവതരിപ്പിക്കും. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്, PN സുധാകരൻ, MK മോഹനൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ UP ജോസഫ്, TS ഷെനിൽ, C ചന്ദ്രൻ, A പ്രഭാകരൻ, MS മോഹനൻ എന്നിവർ പങ്കെടുത്തു. പാലിയേക്കര ടോൾ വിലക്ക് തുടരും. പാലിയേക്കര ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടി ഹൈക്കോടതി. ആദ്യം റോഡ് നന്നാക്കിയിട്ട് വരൂ, എന്നിട്ട് ടോൾ പിരിക്കാമെന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഒരാഴ്ച മുൻപ് നിർമ്മിച്ച മുരിങ്ങൂർ സർവീസ് റോഡ് ഞായറാഴ്ച തകർന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ പരാമർശം. ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ അനുവദിക്കാനിരിക്കെയാണ് റോഡ് തകർന്നത്. ഇതോടെ ടോൾ പിരിവ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കോടതി നീട്ടുകയായിരുന്നു. വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. കുട്ടനെല്ലൂർ റീജൻസി ക്ലബിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ക്ലബ് പ്രസിഡന്റ് ഷാജു തെക്കൂടൻ ഉദ്ഘാടനം ചെയ്തു. VA സണ്ണി, ജിൻസ് പോൾ, വിനു PG, ജോസഫ് MV, സുധീർ KV എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, പായസ മത്സരം, കായിക മത്സരങ്ങൾ എന്നിവ നടത്തി. 10-12 ക്ലാസുകളിൽ പഠിക്കുന്ന മെമ്പർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. SNDP യോഗം മണ്ണുത്തി യൂണിയനിലെ ചെർക്കേക്കോട് ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം മണ്ണുത്തി യൂണിയൻ സെക്രട്ടറി ഭൃഗുണൻ മനക്കാലത്ത് നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് EK സുധാകരൻ ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ ശാഖായോഗം പ്രസിഡന്റ് സുധാകരൻ ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ഇളങ്ങള്ളൂർ മനയിലെ നാരായണൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ഷിനോജ് മോണേക്കാട്ടിൽ വിദ്യാർത്ഥികളെ ആദരിച്ചു. മാടക്കത്ര മേഖല ചെയർമാൻ സുന്ദരൻ കുന്നത്തുള്ളി, യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ചിന്തു ചന്ദ്രൻ, യൂണിയൻ കൗൺസിലർ ജനാർദ്ദൻ പുള്ളിങ്കുഴി, യൂണിയൻ കമ്മിറ്റി അംഗം ശശിധരൻ കള്ളാടത്തിൽ, യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് PM ജിമിത്ത്, ശാഖാ യോഗം വനിതാ സംഘം പ്രസിഡന്റ് സത്യഭാമ ഗോപിനാഥൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ശാഖാ യോഗം സെക്രട്ടറി സത്യഭാമ മാധവൻ സ്വാഗതവും ശാഖാ യോഗം വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കിളിയത്ത് നന്ദിയും പറഞ്ഞു.
പ്രവാസി ക്ഷേമ പെൻഷന് കേന്ദ്ര വിഹിതം മാറ്റിവെക്കുക. കേരള പ്രവാസി സംഘം മണ്ണുത്തി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് KA മൊയ്തുണ്ണി, ദാക്ഷായണി ടീച്ചർ, ബോബി വൈശ്യപ്പാട്ട് എന്നിവരുടെ പ്രസിഡിയം ലക്ഷക്കണക്കിന് കോടി രൂപ പ്രവാസികളിൽ നിന്നും കൈപ്പറ്റുന്ന കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ക്ഷേമ പെൻഷന് വിഹിതം അനുവദിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽ PD സംഘടന റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ V പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TR രവീന്ദ്രാക്ഷൻ വരവ് ചിലവും അവതരിപ്പിച്ചു. ബോബി വൈശ്യപ്പാട്ടിന്റെ അധ്യക്ഷതയിൽ അനൂപ് കരിപ്പാൽ, കലാഭവൻ സലീം, രാധാകൃഷ്ണൻ മുഖം എന്നിവരുടെ സാംസ്കാരിക സദസ്സും തുടർന്ന് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസികൾ, വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. സംഘാടക സമിതി ചെയർമാൻ EN അനിൽകുമാർ, CPIM ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, NB മോഹനൻ, MN രാമചന്ദ്രൻ, രേഖ ജോയ്, രവികുമാർ നാരങ്ങളിൽ, ബിന്ദു പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ KA മൊയ്തുണ്ണി, പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ V, സെക്രട്ടറി TR രവീന്ദ്രാക്ഷൻ, ട്രഷറർ. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തകളിലേക്ക്. HDS വിരമിക്കൽ ആനുകൂല്യം നൽകുകയും വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS ജീവനക്കാരുടെ നിലവിലുള്ള വേതനം വർദ്ധിപ്പിക്കണമെന്നും 2 ആശുപത്രികളിലെയും ജീവനക്കാരുടെ വേതനം 800 രൂപയായി വർദ്ധിപ്പിക്കുകയും ഏകീകരിക്കുകയും ചെയ്യണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. ജോലിയിൽ നിന്നും പിരിയുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം നൽകുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന HDS ജീവനക്കാർക്ക് മാന്യമായ അവധിയും ലീവും അടിയന്തരമായി അനുവദിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് INTUC സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് KN നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് MR രവീന്ദ്രൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് IR മണികണ്ഠൻ, നഗരസഭാ കൗൺസിലർ ജോയൽ മന്നില, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് അവണൂർ, ബിന്ദു സോമൻ, ED ബിജു, INTUC വടക്കാഞ്ചേരി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് CK ഹരിദാസ്, KGOU സംസ്ഥാന കമ്മിറ്റി മെമ്പർ KP ഗിരീഷ്, NGO അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS മധു, ജനറൽ സെക്രട്ടറി CD വത്സ, D ഉണ്ണിക്കുട്ടൻ, ഷാജു VA, രാജു PF, AS നദീറ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണുത്തി ജയ തിയേറ്റർ റോഡിൽ തയ്യിൽ ഫ്ലവർ മിൽ ഉടമ TR രാജൻ അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് വടൂക്കര ശ്രീനാരായണ ശ്മശാനത്തിൽ വെച്ച്. ഭാര്യ ശാന്തകുമാരി, മക്കൾ റെജി സ്മിത, മരുമക്കൾ VR സുരേഷ് ചന്ദ്രൻ, CS സാജൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലം ചെയ്ത മാർ ജേക്കബ് തൂങ്കുഴിയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് സാംസ്കാരിക നഗരം. സംസ്കാരം കോഴിക്കോട് സ്നേഹഭവനിൽ. മാടക്കത്ര പഞ്ചായത്ത് വയോജനങ്ങൾക്കായി 73 കട്ടിലുകളുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു. മണലിത്ര കനാൽപാലം രാമൻ മാസ്റ്റർ റോഡ് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി SNDP യൂണിയൻ ചിറക്കേക്കോട് ശാഖ എന്നിവയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു. കേരള പ്രവാസി സംഘം മണ്ണുത്തി ഏരിയ സമ്മേളനം സുലേഖ ജമാൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.